ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ഞാൻ റഫീഖ സിറ്റി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കാറ്റർ ഡയഗ്രത്തിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ അല്ലെങ്കിൽ കോറിലേഷൻ മെത്തേഡ്സിൻ്റെ അല്ലെങ്കിൽ ടെക്നിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. സ്കാറ്റർ ഡയഗ്രാം വരുന്നത് ഗ്രാഫിക് മെത്തേഡ്സിലാണ്. ഗ്രാഫിക് മെത്തേഡ്സിൽ മെയിനായിട്ട് രണ്ട് മെത്തേഡാണ് വരുന്നത്. ഒന്ന് സ്കാറ്റർ ഡയഗ്രാം, രണ്ട് കോറിലേഷൻ ഗ്രാഫ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള സ്കാറ്റർ ഡയഗ്രാം ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന കോറിലേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ഗ്രാഫായിട്ട് കാണിക്കുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം. അപ്പോൾ സ്കാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ചിതറിക്കിടക്കണം അല്ലേ? അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നതാണ് സ്കാറ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ കോറിലേഷൻ എന്താണെന്ന് നമുക്കറിയാം. അതായത് രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ മൂന്ന് വേരിയബിൾസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനാണ് നമ്മൾ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധവും ആ ബന്ധം എത്രത്തോളം ഉണ്ട്, അതായത് അതിൻ്റെ അളവ്, അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രി ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം എന്താണ്? ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ആണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൽ എങ്ങനെയാണോ നമ്മൾ വേരിയബിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് നോക്കാം. ദാറ്റ് ഈസ് this method is also known as dot diagram, datagram or scattergram. അപ്പോൾ ഈ മെത്തേഡിനെ ഡോട്ട് ഡയഗ്രാം എന്നും ഡാറ്റാഗ്രാം എന്നും സ്കാറ്റർഗ്രാം എന്നും ഒക്കെ പറയുന്നുണ്ട്. This method is the simplest method for finding out the correlation between variables. അപ്പം this is the simplest method for finding out the correlation. അപ്പോൾ കോറിലേഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംപ്ലസ്റ്റ് മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ദെൻ ദി ടേം സ്കാറ്റർ റെഫേഴ്സ് ടു ദി ഡിസ്പേർഷൻ ഓർ സ്പ്രെഡ് ഓഫ് ദി ഡോട്ട്സ് ഓൺ ദി ഗ്രാഫ്. അപ്പോൾ ഒരു ഗ്രാഫിൽ നമ്മൾ ഡോട്ട്സിനെ, അതായത് ഇപ്പോൾ സ്കാറ്റർ ഡയഗ്രത്തിൽ നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തുന്നത് സിംപ്ലി ഡോട്ട് ആയിട്ടാണ്, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റാർ ആയിട്ടാണ് നമ്മൾ ഇത് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഡോട്ടായിട്ട് അടയാളപ്പെടുത്തുന്നതുകൊണ്ടാണ് ആക്ച്വലി ഇതിന് എന്ത് പറയുന്നത്? ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഒരു ഗ്രാഫിൽ എങ്ങനെയാണോ ഡോട്ട്സ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്, അപ്പോൾ അതിനെയാണ് നമ്മൾ സ്കാറ്റർ എന്നുള്ള ടേം കൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് സ്പ്രെഡ് ഓഫ് ദി ഡോട്ട്സ് ഓൺ ദി ഗ്രാഫ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്കാറ്റർ ഡയഗ്രാം is a diagrammatic representation of a bivariate distribution which is used to show the relationship between those variables, that is x and y. അപ്പോൾ സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ ഒരു മീനിങ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ദിസ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് മീനിങ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. അപ്പോൾ എന്താ പറയുന്നത്? സ്കാറ്റർ ഡയഗ്രാം ഈസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒരു ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് വേരിയബിൾസിൻ്റെ സ്റ്റഡി അല്ലെങ്കിൽ അതിൻ്റെ അനലൈസിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈവേരിയേറ്റ് അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് എന്താണ്? രണ്ട് വേരിയബിൾസിനെ തമ്മിൽ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബൈവേരിയേറ്റ് അനലൈസിസ് എന്ന് പറയുന്നത്. ദെൻ യൂണിവേരിയേറ്റ് അനലൈസിസ് ഉണ്ട്. യൂണിവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ ഒരൊറ്റ വേരിയബിളിൻ്റെ, അതായത് വൺ വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യുന്നത്. അതായത് യൂണിവേരിയേറ്റ് അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിംഗിൾ വേരിയബിളിനെ അല്ലെങ്കിൽ ഒറ്റ വേരിയബിളിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ യൂണിവേരിയേറ്റും, ബൈവേരിയേറ്റ് എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ ബൈവേരിയേറ്റും. ദെൻ മൾട്ടി വേരിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഓർ മോർ, അതായത് രണ്ടിൽ കൂടുതൽ, ടു വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ ബൈവേരിയേറ്റ് ആണ്. ദെൻ മൾട്ടി വേരിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൾട്ടിവേരിയേറ്റും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ദാറ്റ് ഈസ് സ്കാറ്റർ ഡയഗ്രം ഈസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ബൈവേരിയേറ്റ്, ദാറ്റ് ഈസ് ടു വേരിയബിൾസ്. ഇവിടെ വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ആൻഡ് വൈ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ which is used to show the relationship between those variables. അപ്പോൾ അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു ഷോ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദോസ് വേരിയബിൾസ്. അപ്പോൾ ആ വേരിയബിൾസ്, ദാറ്റ് ഈസ് വേരിയബിൾസ് ഇവിടെ എടുത്തിട്ടുള്ളത് എക്സ് ആൻഡ് വൈ ആയിട്ടാണ്. അപ്പോൾ എക്സ് ആൻഡ് വൈ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദി ഡയഗ്രമാറ്റിക് representation of the relationship between two variables and which is used to show the relationship between those variables. Okay, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞ് തുടങ്ങണ ഈ ഒരു സെൻറ്റൻസ്. അപ്പോൾ ഇത് നിങ്ങൾ മീനിങ്ങിന് വേണ്ടിയിട്ട് ഇത് പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, under this method, all the values of the two variables are plotted in a chart in the form of dots. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ എല്ലാ വാല്യൂസും, അതായത് രണ്ട് വേരിയബിൾസിൻ്റെ എല്ലാ വാല്യൂസും നമ്മളൊരു ചാർട്ടിൽ അത് പ്ലോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ട് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ആൻഡ് വൈ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സിൻ്റെ വാല്യൂസും വൈൻ്റെ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ചാർട്ടിൽ അത് കാണിക്കണം, അല്ലെങ്കിൽ അതിനെ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ഫോമിലാണ്? ദാറ്റ് ഈസ് ഇൻ ദി ഫോം ഓഫ് ഡോട്ട്സ്. ഡോട്ട്സിൻ്റെ ഫോമിലാണ് നമ്മളത് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ഒരു ചാർട്ടിൽ ഡോട്ട്സിൻ്റെ ഫോമിൽ നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂസും വൈ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂസും കാണിക്കുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? വൺ വേരിയബിൾ ഈസ് ഷോൺ ഓൺ എക്സ് ആക്സിസ് ആൻഡ് ദി അതർ വേരിയബിൾ ഈസ് ഷോൺ ഓൺ വൈ ആക്സിസ്. അതായത് ഒരു വേരിയബിൾ നമ്മൾ എക്സ് ആക്സിസിലും ഒരു വേരിയബിൾ നമ്മൾ വൈ ആക്സിസിലും കാണിക്കും. ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്? ഫോർ ഈച്ച് പെയർ ഓഫ് എക്സ് ആൻഡ് വൈ വൺ ഡോട്ട് ഈച്ച് ഈസ് പ്ലോട്ടഡ് ഓൺ ദി ഗ്രാഫ്. അപ്പം ഓരോ പെയർ ഓഫ് എക്സ് ആൻഡ് വൈനും, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ എക്സിൻ്റെ വാല്യൂസും വൈൻ്റെ വാല്യൂസും ഗ്രാഫിൽ നമ്മൾ ഓരോ ഡോട്ടായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, after plotting all such dots, degree of correlation between the variables is estimated by examining the shape of plotted dots. അപ്പം എല്ലാ വാല്യൂസും നമ്മൾ ഈ ഗ്രാഫിൽ അല്ലെങ്കിൽ ഈ ചാർട്ടിൽ പ്ലോട്ട് ചെയ്തതിന് ശേഷം ആ ഗ്രാഫിൽ നമ്മൾ അതെല്ലാ വാല്യൂസും അതിൽ നമ്മൾ ഡോട്ടിൻ്റെ രൂപത്തിൽ നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം എങ്ങനെയാണോ ആ ഡോട്ട്സിൻ്റെ ഷേപ്പ് വരുന്നത്, അപ്പോൾ ഷേപ്പ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും വരുന്നത്. അത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക്, അതിപ്പോൾ ഡോട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്രാഫിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും കിട്ടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പോൾ ഈ ഡോട്ട്സ് അങ്ങിങ്ങായിട്ട്, അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എങ്ങനെയാണോ ആ ഡോട്ട്സ് നമ്മൾ ഇപ്പോൾ ആ ഗ്രാഫിൽ നമ്മൾ ഡോട്ട് കാണിക്കുന്നതിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം ആ രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതായത് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്കാറ്റർ ഡയഗ്രത്തിൽ നമ്മൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ വേരിയബിൾ എക്സും രണ്ടാമത്തെ വേരിയബിൾ വൈയും ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എക്സ് ഒരു അതായത് ഇപ്പോൾ നമ്മളൊരു ചാർട്ട്, ദെൻ നമ്മൾ അങ്ങനെ എടുത്തതിന് ശേഷം നമ്മളൊരു ചാർട്ട് വരക്കുകയാണ്, ഒരു ഗ്രാഫ് വരക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തതിന് ശേഷം നമ്മളൊരു ഗ്രാഫ് വരക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രാഫിൽ ഒന്ന് എക്സ് ആക്സിസ് ആയിട്ടും മറ്റേത് വൈ ആക്സിസ് ആയിട്ടും നമ്മൾ എടുക്കണു. അപ്പോൾ എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുന്നതിൻ്റെ അവിടെ എക്സിൻ്റെ വാല്യൂസും വൈ ആക്സിസ് ആയിട്ട് എടുക്കുന്നതിൻ്റെ അവിടെ വൈൻ്റെ വാല്യൂസും നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ എക്സിൻ്റെ വാല്യൂസ് നമ്മൾ ഈ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും, അതായത് ഗ്രാഫിൽ ഡോട്ടിൻ്റെ രൂപത്തിൽ കാണിക്കും. വൈൻ്റെ വാല്യൂസ് നമ്മൾ ഗ്രാഫിൽ ഡോട്ടിൻ്റെ രൂപത്തിൽ കാണിക്കും. എന്നിട്ട് ഈ ഡോട്ട്സുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ എന്താണോ അതിൻ്റെ ഷേപ്പ് വരുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ റിലേഷൻ, അതായത് ഈ രണ്ട് വേരിയബിൾസും എത്രത്തോളം റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്, പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ സീറോ കോറിലേഷൻ ആണോ, ഇനി പോസിറ്റീവ് കോറിലേഷൻ ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ ആണോ, ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണോ, മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണോ, ലോ ഡിഗ്രി ഓഫ്
പോസിറ്റീവ് കോറിലേഷൻ ആണോ ഇനി നെഗറ്റീവ് കോറിലേഷൻ ആണോ ഇതൊക്കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിംപ്ലി സ്കാറ്റർ ഡയഗ്രാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈ ലുക്കിംഗ് ദി സ്കാറ്റർ ഓഫ് ദി വേരിയസ് ഡോട്ട്സ് വി ക്യാൻ form an idea whether the variables are related or not. Okay, then a scatter diagram indicates, scatter diagram സൂചിപ്പിക്കുന്ന എന്താണ്, the direction of correlation and it tells how closely the two variables under study are related. അപ്പോൾ സ്കാറ്റർ ഡയഗ്രത്തിൽ നമ്മൾ കാണിക്കുന്നത് ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ ആണ്, കോറിലേഷൻ്റെ ഡയറക്ഷനും അതേപോലെ തന്നെ ആ രണ്ട് വേരിയബിൾസ് സ്കാറ്റർ ഡയഗ്രത്തിൽ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ള രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് ആണ്. അപ്പോൾ ആ രണ്ട് വേരിയബിൾസ് എത്രത്തോളം അവർ റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്, ഹൗ ക്ലോസ്ലി ദേ ആർ റിലേറ്റഡ്, അപ്പോൾ അതിൻ്റെ ഒരു അളവും കൂടെ കാണിക്കുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ആൻ എക്സാക്റ്റ് മെഷർ ഓഫ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയബിൾസ്. അപ്പോൾ ഇതൊരു എക്സാക്റ്റ് മെഷറൊന്നും പ്രൊവൈഡ് ചെയ്യണില്ല, പക്ഷെ എങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ ഒരു റിലേഷൻ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ കുറച്ച് ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് വരുന്നത്. The next, interpretation of scatter diagram. അപ്പോൾ while interpreting the correlation between two variables through scatter diagram, the following points are to be kept in mind. അപ്പോൾ നമ്മൾ സ്കാറ്റർ ഡയഗ്രാം പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്കാറ്റർ ഡയഗ്രത്തിലൂടെ നമ്മൾ രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് എസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, താഴെ പറയുന്ന പോയിന്റ്സ് എപ്പോഴും ഓർത്ത് വെക്കണം. എന്തൊക്കെയാണ് പോയിന്റ്സ്? ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ദി പ്ലോട്ടഡ് പോയിന്റ് ഓൺ ദി ഡയഗ്രാം വിച്ച് ഷോസ് എയ്തർ അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ട്രെൻഡ്സ് ഇൻഡിക്കേറ്റ് കോറിലേഷൻ. ഓക്കെ, ട്രെൻഡ് ഇൻഡിക്കേറ്റ്സ് കോറിലേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് അതൊന്നെങ്കിൽ അപ്വേർഡ് ആയിരിക്കും അല്ലെങ്കിൽ അത് ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ ആ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്, കോറിലേഷനെയാണ്. ഇഫ് നോട്ട്, അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് നോ ട്രെൻഡ് ഈസ് ഷോൺ, അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ ആ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ദർ ഈസ് നോ കോറിലേഷൻ, അവിടെ ഒരു കോറിലേഷൻ ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്, ഇഫ് ദി പോയിന്റ്സ് പ്ലോട്ടഡ് ആർ ഹാവിങ് ആൻ അപ്വേർഡ് ട്രെൻഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ദാറ്റ് ഈസ് ഇപ്പം നമ്മളൊരു സ്കാറ്റർ ഡയഗ്രാം വരക്കുകയാണ്. അപ്പം നമുക്ക് വരച്ചിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അപ്വേർഡ് ട്രെൻഡ് ആണ്. അപ്വേർഡ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമുക്കൊരു അപ്വേർഡ് ട്രെൻഡാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവാണ്. അപ്പം നമ്മൾ സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു അപ്വേർഡ് ട്രെൻഡാണ് കിട്ടുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പം ഇങ്ങനൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് എന്ത്, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ R ഈസ് ഈക്വൽ ടു +1 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇഫ് ദി പോയിന്റ് ഷോ എ ഡൗൺവേർഡ് ട്രെൻഡ്, ഇപ്പോൾ പോയിന്റ് ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദി കോറിലേഷൻ ഈസ് നെഗറ്റീവ്, കോറിലേഷൻ എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ R ഈസ് ഈക്വൽ ടു -1 ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദി കോറിലേഷൻ വുഡ് ബി പെർഫെക്റ്റ് ആൻഡ് പോസിറ്റീവ്. അപ്പോൾ കോറിലേഷൻ പെർഫെക്റ്റ് ആൻഡ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ്, R ഈസ് ഈക്വൽ ടു +1. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ഇഫ് ഓൾ ദി പോയിന്റ്സ് ലൈ on a straight line starting from left to bottom and going upward to the right top. ഓക്കെ, അതായത് അത് പോസിറ്റീവ് കോറിലേഷൻ ആണ് പറയുന്നത്. പോസിറ്റീവ് കോറിലേഷൻ എങ്ങനെയാണ്, ഇഫ് ഓൾ ദി പോയിന്റ്സ്, എല്ലാ പോയിന്റ്സും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്, സ്റ്റാർട്ടിങ് ഫ്രം ലെഫ്റ്റ് ബോട്ടം, അപ്പോൾ ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്ന് ഗോയിങ് അപ്പ് ടുവേർഡ്സ് ദി റൈറ്റ് ടോപ്പ്, റൈറ്റിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് അപ്വേർഡ് ആയിട്ടാണ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് സ്കാറ്റർ ഡയഗ്രാം ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു സ്കാറ്റർ ഡയഗ്രാം വരക്കാണ്, അത് ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്നും ഈ സ്ട്രൈറ്റ് ലൈന് അപ്വേർഡ് റൈറ്റിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അതെന്താണ്, പെർഫെക്റ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇഫ് ഓൾ ദി പോയിന്റ്സ്, എല്ലാ പോയിന്റ്സും ലൈ ഓൺ ദി സ്ട്രൈറ്റ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ടോപ്പ് ലെഫ്റ്റ്, ലെഫ്റ്റിൻ്റെ ടോപ്പ്, അതായത് ലെഫ്റ്റ്, ഇത് ലെഫ്റ്റ് സൈഡാണ്, ഇത് റൈറ്റ് സൈഡാണ് അല്ലേ. അപ്പോൾ ലെഫ്റ്റിൻ്റെ ടോപ്പിൽ നിന്ന്, അതായത് ഇപ്പം നമുക്ക് ഇവിടെ ലെഫ്റ്റിൻ്റെ ടോപ്പിൽ നിന്ന് റൈറ്റിൻ്റെ ബോട്ടത്തിലേക്ക് ആണ് കോറിലേഷൻ. നമ്മൾ പോയിന്റ്സ് ഒക്കെ ഇതിൽ ഈ ഗ്രാഫിൽ നമ്മൾ പോയിന്റ്സ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ട് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത്
ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് റൈറ്റ് ബോട്ടത്തിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, ദെയർഫോർ ദാറ്റ് ഈസ് ദി കോറിലേഷൻ വുഡ് ബി പെർഫെക്റ്റ് ആൻഡ് നെഗറ്റീവ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എന്താണ് വരിക? -1. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? പ്ലോട്ടഡ് പോയിന്റ്സ് വിച്ച് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ ഷോസ് ഹൈ കോറിലേഷൻ. അപ്പം നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട പോയിന്റ്സ് അത് വെരി ക്ലോസ് ടു ഈച്ച് അതർ ആണ്, ഒന്നിനോട് പരസ്പരം നന്നായിട്ട് അടുത്തിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഉള്ളത്? ഹൈ കോറിലേഷൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 5 ടൈപ്പ് ഗ്രാഫ് തന്നിട്ടുണ്ട്. സ്കാറ്റർ ഇത് ഓരോന്നും ഓരോ സ്കാറ്റർ ഡയഗ്രം ആണ്. ഇതൊരു സ്കാറ്റർ ഡയഗ്രം, ദെൻ ഇത് വേറൊരു സ്കാറ്റർ ഡയഗ്രം, ഇത് വേറൊരു സ്കാറ്റർ ഡയഗ്രം, ഇത് 4-മത്തത്, ഇത് 5-മത്തത്. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്ന് റൈറ്റ് ടോപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡ് ആണ്, ഇത് റൈറ്റ് സൈഡ് ആണ് അല്ലേ? അപ്പോൾ ഒരു സ്കാറ്റർ ഡയഗ്രം, അതായത് ഒരു ഡയഗ്രത്തിൻ്റെ ഒരു ഗ്രാഫിൻ്റെ ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്ന് റൈറ്റ് അപ്വേർഡിലേക്ക് പോവാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? പോസിറ്റീവ്, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇനി ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു പക്ക ഒരു സ്ട്രൈറ്റ് ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പക്ക സ്ട്രേറ്റ് ലൈൻ അല്ല കിട്ടുക, ഒരു ഇതുപോലൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത്, ഒരു ഷേപ്പാണ് കിട്ടുന്നത്. അപ്പോൾ അതെന്താണ്? ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കോറിലേഷൻ ആണ്, ഹൈ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കും, ഇവിടെ ഡോട്ട്സ് ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടാണ് അങ്ങിങ്ങായിട്ടാണ് കിടക്കുന്നത്, ഒരു പരസ്പര ബന്ധമൊന്നുമില്ലാതെയാണ് കിടക്കുന്നത്. അപ്പോൾ അതാണ് എന്ത്? നോ കോറിലേഷൻ. അതായത് ഇവ തമ്മിൽ എന്തില്ല? ഈ രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തില്ല? കോറിലേഷൻ ഇല്ല. അപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ +1ഉം, ദെൻ ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ R = 0.9ഉം, ദെൻ നോ കോറിലേഷൻ ആണെന്നുണ്ടെങ്കിൽ R = 0 ആണ്. ദെൻ നെക്സ്റ്റ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്? ഇഫ് ഓൾ ദി പോയിന്റ്സ് ലൈസ് ഓൺ എ സ്ട്രൈറ്റ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ടോപ്പ് ലെഫ്റ്റ്. അപ്പോൾ ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് അത് എവിടെ വരുന്നത്? റൈറ്റ് ബോട്ടത്തിൽ വന്ന് അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നതാണ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഹൈ നെഗറ്റീവ് കോറിലേഷൻ ആണ് ഇത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കാറ്റർ ഡയഗ്രം എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ഡിഫറെൻറ്റ് ഡിഗ്രീസ് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫ് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് മെറിറ്റ്സ് ആണ്. ഒന്നാമത്തെ മെറിറ്റ് എന്താണ്? ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് എ നോൺ മാത്തമാറ്റിക്കൽ മെത്തേഡ്. സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ദെൻ അതൊരു നോൺ മാത്തമാറ്റിക്കൽ മെത്തേഡാണ്. ദെൻ സെക്കൻഡ് മെറിറ്റ് എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റുഡ്. സ്കാറ്റർ ഡയഗ്രം നമുക്ക് പെട്ടെന്ന്, അതായത് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദെൻ മൂന്നാമത്തേത് ഇറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി സൈസ് ഓഫ് എക്സ്ട്രീം ഐറ്റംസ്. അപ്പോൾ എക്സ്ട്രീം ഐറ്റംസ് വരികയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സൈസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല? അതായത് അങ്ങനെ ഒരു എക്സ്ട്രീം സൈസ് വരുന്നതുകൊണ്ട്, അതായത് ഐറ്റംസ് വരുന്നത് കൊണ്ട് അത് കോറിലേഷനെ ബാധിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ്, അത് കോറിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. Then next, it is the first step for investigating the relationship between two variables. അപ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ്, ഫസ്റ്റ് പടിയാണ് എന്തെന്ന് പറയുന്നത്? കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ദി ഡിഗ്രി ഓഫ് കോറിലേഷൻ കനോട്ട് ബി ഈസിലി എസ്റ്റിമേറ്റഡ്. അപ്പം നമുക്ക് ഇവിടെ ഡിഗ്രി ഓഫ് കോറിലേഷൻ്റെ അളവ് നമുക്ക് പെട്ടെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. നമുക്കിങ്ങനെ പറയാം, പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു ഡിഗ്രി, അതായത് അത് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ദെൻ നെക്സ്റ്റ്, ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ് എന്തല്ല? പോസിബിൾ അല്ല. Then next, when the number of pairs of observation is either very big or very small, the method is not easy. ഇപ്പോൾ നമ്പർ ഓഫ് പെയർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പം എക്സും വൈയും ഒരു പെയർ ഓഫ് ഒബ്സർവേഷൻ ആണ്, ഒരു സിംഗിൾ പെയർ ഓഫ് ഒബ്സർവേഷൻ ആണ്. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് പെയർ ഓഫ് ഒബ്സർവേഷൻ ഈസ് എയ്തർ ബിഗ്, അപ്പോൾ കൂടുതലാണ്, അതേപോലെ തന്നെ അല്ലെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് ഈസി ആയിട്ട്
അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ്, പരിമിതികളാണ് വരുന്നത്? ഒന്ന്, ദിസ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇഫ് ദി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആർ ടു ലാർജ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ ഈ മെത്തേഡ് സ്യൂട്ടബിൾ അല്ല, സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്ന മെത്തേഡ് സ്യൂട്ടബിൾ അല്ല. ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, വി കനോട്ട് എസ്റ്റാബ്ലിഷ് ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എക്സാക്ട്ലി ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രി, അതിൻ്റെ അളവ് നമുക്ക് എക്സാക്റ്റ് വാല്യൂ ആയിട്ട് ലഭിക്കാൻ സ്കാറ്റർ ഡയഗ്രത്തിലൂടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും അതിൻ്റെ ഒരു പരിമിതിയിൽ, ഒരു ലിമിറ്റേഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വാട്ട് ഈസ് സ്കാറ്റർ ഡയഗ്രാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. ടൈപ്സ് ഏതൊക്കെയാണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ വരുന്നത്, അപ്പോൾ ഹൈ പോസിറ്റീവ് കോറിലേഷനും നോ കോറിലേഷനും ഒക്കെ വരുന്നതാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്കാറ്റർ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ മീനിങ്, ദെൻ ഹൗ ടു അഡോപ്റ്റ് അല്ലെങ്കിൽ ഹൗ ടു അപ്ലൈ സ്കാറ്റർ ഡയഗ്രാം, എങ്ങനെയാണ് അത് നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കാറ്റർ ഡയഗ്രാം, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്, ദാറ്റ് ഈസ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് കോറിലേഷൻ ഗ്രാഫാണ്. കോറിലേഷൻ ഗ്രാഫും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. അതായത് ഇപ്പോൾ സ്കാറ്റർ ഡയഗ്രാം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ കോറിലേഷൻ ഗ്രാഫും. അത് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ല. സ്കാറ്റർ ഡയഗ്രാം നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് സ്കാറ്റർ ഡയഗ്രാം. പക്ഷേ കോറിലേഷൻ ഗ്രാഫ് ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി എന്താണ് കോറിലേഷൻ ഗ്രാഫ് എന്നുള്ളത്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സൊക്കെ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.